ബാറക്കുമോർ ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ശുശ്രൂഷ വചനസന്ധിയിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മുടെ കർത്താവും രക്ഷിതാവുമായവന്റെ ദേവാലയ പ്രവേശനത്തിന്റെ ഓർമ്മ സുറിയാനി സഭ ആചരിക്കുന്ന നിമിഷങ്ങളാണ്. മായിൽത്തോ പെരുന്നാൾ എന്ന പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്ന് വന്നിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പ്രാർത്ഥനയോടെ ഉൾക്കൊള്ളുവാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമുക്ക് നമിക്കാം, പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവമേ, ഈ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുമ്പോൾ രക്ഷയുടെ സ്വർഗീയമായിരിക്കുന്ന മർമ്മങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പാതകൾക്ക് പ്രകാശമായ, ഇരുളടഞ്ഞ വഴികൾക്ക് വലിയ വെളിച്ചമായി തീരുന്ന, ഹൃദയത്തിന് അനുഗ്രഹവും ജീവിതങ്ങൾക്ക് രക്ഷയും നൽകുന്ന, ആത്മാക്കളെ വീണ്ടെടുക്കുന്ന സ്വർഗത്തിലെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സർവ്വവിശുദ്ധന്മാരുടെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ത്രിയേക ദൈവമേ, കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പരിശുദ്ധ റൂഹായുടെ കിന്നരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോർ അഫ്രീം ഈ മായിൽത്തോ പെരുന്നാളിന്റെ ശ്രേഷ്ഠതയെ ഇപ്രകാരം തന്റെ ഗീതങ്ങളിലൂടെ ആത്മനിറവിൽ പാടി: യാഗങ്ങൾ കൈക്കൊള്ളുന്നോ അമ്മയുമായി ചെങ്ങാലികളെ, ആചാര്യനു സമർപ്പിച്ചു താതൻ ചേർന്നതു കൈക്കൊണ്ടു. സ്നേഹമുള്ളവരെ, പഴയ നിയമ ബലികളെയും ബലിവസ്തുക്കളെയും എല്ലാം മായിച്ചവൻ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ ദേവാലയത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ ക്രിസ്തു ബലിയാണ്, ബലികളെ കൈക്കൊള്ളുന്നവനാണ്, അവൻ ഒരു ബലിവസ്തുവുമാണ്. അപ്രകാരമായവൻ ദേവാലയത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുകയാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച്, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ നാം കാണുന്ന ശുദ്ധീകരണത്തിന്റെ നാളുകൾ തികഞ്ഞപ്പോൾ മറിയാം, പരിശുദ്ധ കന്യകമർത്ത മറിയാം അമ്മയായ മറിയത്തോട് ചേർന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ രക്ഷാകരമായിരിക്കുന്ന സംഭവം. തുടർന്ന് അവിടെ പുരോഹിത ശ്രേഷ്ഠനായ വൃദ്ധനായ ശമവൂനും ഹന്ന എന്ന പ്രവാചകിയുമായി ചേർന്ന് നിൽക്കുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വചനഭാഗങ്ങളിലാണ് ഈ ശ്രേഷ്ഠമായ സംഭവങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നത്. ഈ മായിൽത്തോയുടെ അനുഗ്രഹീതമായ ദിവസത്തിൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സ്വർഗീയമായിരിക്കുന്ന സന്ദേശങ്ങളെ പകർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വേഗത്തിൽ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനം: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടിരിക്കുന്നുവല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, അതേ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനത്തിൽ ഒരു പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട്. നീതിമാനായ ഒരു പുരോഹിതൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുരോഹിതൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിലായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ. മരണം കാത്തുകിടക്കുന്ന ഈ വൃത്ത പുരോഹിതൻ
ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ഈ വചനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച പുരോഹിതൻ, ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്ന ടോളമി, പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യുവാനായി 70ഓളം പുരോഹിത ശ്രേഷ്ഠന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അതിലൊരുവനാണ് ഈ ശമൂവേൽ എന്ന പുരോഹിതൻ. ആ പുരോഹിതന് തർജ്ജിമ ചെയ്യുവാനായി ലഭിച്ച വേദഭാഗം യെശയ്യാ പ്രവചനമാണ്. യെശയ്യാ പ്രവചനത്തിന്റെ 7-ാം അധ്യായം 14-ാമത്തെ വചനം, കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന വചനം വന്നപ്പോൾ ആ പുരോഹിത ശ്രേഷ്ഠന് തർജ്ജിമ ചെയ്യുമ്പോൾ ഒരു സംശയം. അവൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ മൂലഭാഷയിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായിരിക്കുകയാണ്. അവൻ ചിന്തിച്ചു, ഒരുപക്ഷെ സ്ത്രീ എന്നായിരിക്കാം കന്യക എന്നതിനു പകരം. അപ്പോൾ ആ അശരീരിയാണ് അവൻ ഈ മരണം കാണാതെ കാത്തുകിടന്നതിന്റെ പിന്നിലെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈ രക്ഷാകരമായിരിക്കുന്ന മായിൽത്വ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ദേവാലയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുമ്പോൾ ആ പുരോഹിതൻ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒന്ന്, നീ ദൈവത്തെ ആരാധിക്കുന്നവനായി പുകഴ്ത്തുന്നവനായി മാറണം. 2, നീ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനായി മാറണം. 3, നീ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആയിത്തീരുന്നവൻ ആകണം. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ ആരാധനയ്ക്കും ദൈവിക ശുശ്രൂഷകൾക്കുമായി നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും പരിവേദനങ്ങളും എല്ലാം നമ്മൾ സമർപ്പിക്കും. അതിനേക്കാൾ അപ്പുറമായി ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ആകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ വചനഭാഗത്തൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു സ്വർഗീയ സന്ദേശമാണ്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും കർത്താവിനെ കുറിച്ച് അവൾ പ്രസ്താവിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ തിരുവചനം. അത് മറ്റാരുമല്ല, ഹന്ന എന്നൊരു പ്രവാചകിയാണ്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളാണ്. 7 വർഷം ഭർത്താവിനോടുകൂടെ ജീവിച്ചിട്ട് തുടർന്ന് 84 വർഷത്തോളം വിധവയായി തീർന്ന് ദേവാലയത്തിൽ വസിച്ച ഒരു പ്രവാചകി, ഹന്ന എന്ന പ്രവാചകി. ആ പ്രവാചകിയെ പറ്റി 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൾ ദേവാലയം വിട്ട് പിരിയാത്തവളായിരുന്നു. ഉപവാസം പ്രാർത്ഥനയോ ഇവയോടെ രാവും പകലും ആരാധന ചെയ്തവളാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ സന്ദേശത്തെ പ്രചരിപ്പിച്ചവളാണ് അവൾ, ആ പ്രവാചകി. പ്രായമോ സമയമോ ഒന്നും ആരാധനയെ നാം ബാധിക്കരുത്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. ഈ ഹന്ന എന്ന പ്രവാചകിയും ശമൂവേൽ എന്ന ആ പുരോഹിത ശ്രേഷ്ഠൻ നമുക്ക് നൽകുന്നത്, ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തെ പ്രഘോഷിക്കുന്നവരാകണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിലൂടെ, പ്രാർത്ഥനയുടെ നിറവിൽ. പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരൊക്കെ ചോദിക്കും, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു മറുപടി, നമ്മുടെ കർത്താവും രക്ഷിതാവുമായവനാണ് നമ്മുടെ മാതൃക. അവനാണ് നമ്മുടെ നാഥൻ, അവനാണ് നമ്മുടെ രക്ഷകൻ. അവൻ ദേവാലയത്തിലേക്ക് അവന്റെ മാതാപിതാക്കൾ അവനെ കൊണ്ടുപോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടുന്ന, ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിക്കുന്ന ക്രിസ്തു നമുക്ക് വലിയൊരു മാതൃകയാണ്. ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തു. ഇവിടെ ഈ പുരോഹിത ശ്രേഷ്ഠനും ഹന്ന എന്ന പ്രവാചകിയും ദേവാലയത്തിൽ ചേർന്ന് നിൽക്കുന്നവളാണ്. പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിച്ചവളാണ്. 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വചനം അങ്ങനെയാണ്. ആയതുകൊണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്നത്?
ക്രിസ്തു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിന്റെ അനുഭവങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് ഈ രണ്ട് ചിന്തകളിലൂടെ. എന്നാൽ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട്, സ്തുതിയാമ്പേലികളയർപ്പിപ്പിൻ കർത്താവിനു പ്രിയരേ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ. തന്റെ പ്രാകാരങ്ങളിൽ ശുചിയേറിയ വിശുദ്ധിയോടുകൂടിയുള്ള കാഴ്ചകളുമായിട്ട് സ്തുതിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വരണം. അതിന് ഈ ദേവാലയ പ്രവേശനത്തിന്റെ ഓർമ്മ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ആയിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന രക്ഷകനെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹന്ന എന്ന പ്രവാചകി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ രക്ഷകനെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നോമ്പും ഉപവാസവും എല്ലാം ജീവിതത്തിന്റെ മുഖമുദ്രയാകണമേ. ദേവാലയത്തെ വിട്ടു പിരിയാത്ത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. 117 സങ്കീർത്തനത്തിന്റെ 27-28 വചനങ്ങൾ, നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങലകളാൽ ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവമേ, ആ ഹന്ന എന്ന പ്രവാചകിയെ പോലെ, വൃദ്ധനായിരിക്കുന്ന ശമോനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദേവാലയത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനങ്ങൾ ക്രിസ്തുവിനെ ദർശിച്ച് ക്രിസ്തുവിൽ ജീവിപ്പാനിടയായി തീരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ.